മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭ്രാന്തനായ ഒരാളെ കണ്ടു. സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ റസൂല് ഭ്രാന്തനായ ഒരാളെ കണ്ടപ്പോൾ സ്വഹാബിമാർക്ക് ഒരു പാഠം പഠിപ്പിക്കാൻ നബി തങ്ങൾ തീരുമാനിച്ചു. സ്വഹാബിമാർക്ക് ഒരു അറിവ് പഠിപ്പിക്കാൻ നബി തങ്ങൾ തീരുമാനിച്ചു. തങ്ങൾ ചോദിച്ചു, മൻ ഹാദ? തങ്ങൾക്കറിയാം ആൾ ഭ്രാന്തുള്ള ആളാണെന്ന്. തങ്ങൾ ചോദിച്ചു, ഇദ്ദേഹം ആരാണ്? ഖാലൂ മജ്നൂൻ. അവർ പറഞ്ഞു, നബിയേ ഭ്രാന്തനാണ്. തങ്ങൾ പറഞ്ഞില്ല, ഭ്രാന്തൻ എന്ന് പറയല്ലേ, ഹാദാ മുബ്തല വൽ മജ്നൂനു മൻ അസല്ലാഹ്. നിങ്ങൾ പറയണം, ഇയാൾ പരീക്ഷിക്കപ്പെട്ട ആളാണ്, അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിന് വിധേയമായ ആളാണ്. ബുദ്ധി കൊണ്ട് ഇയാളെ ബുദ്ധിക്ക് തകരാറ് സംഭവിച്ച, പരീക്ഷണം സംഭവിച്ച ആളാണ്. എന്നാൽ മജ്നൂൻ, ഭ്രാന്തൻ എന്ന് പറയുന്നത് മൻ അസല്ലാ, അള്ളാഹു പറഞ്ഞത് കേൾക്കാതെ നടക്കുന്ന ആളെയാണ് നിങ്ങൾ മജ്നൂൻ എന്ന് വിളിക്കേണ്ടത്. ഇയാൾ മജ്നൂനല്ല, ഹാദാ മുബ്തലൻ, ഇയാൾ പരീക്ഷിക്കപ്പെട്ട ആളാണ്. എത്ര വലിയ ഹിക്മത്താണത്! ഇയാൾ പരീക്ഷിക്കപ്പെട്ട ആളാണ്. ഭ്രാന്തൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിയും വിവേകവും അറിവും എല്ലാം ഉണ്ടായിട്ട് അള്ളാഹുവിൻ്റെ ശരീഅത്ത് സത്യമാണെന്ന് ബോധിച്ചിട്ട് അതനുസരിക്കാതെ ജീവിക്കുന്ന ആളെയാണ് നിങ്ങൾ മജ്നൂൻ എന്ന് പറയേണ്ടത്. ഹാദാ മുബ്തലൻ, ഇത് പരീക്ഷിക്കപ്പെട്ട മനുഷ്യനാണ്, അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിന് വിധേയമായ ആളാണ്. ആ പരീക്ഷണത്തിന് അള്ളാഹു നാളെ കൂലി കൊടുക്കും. ഹിസാബില്ലാതെ, ചോദ്യമില്ലാതെ സ്വർഗത്തിലേക്ക് അയാൾ പോകും. ഇയാൾ മജ്നൂനല്ല, അൽ മജ്നൂനു മൻ അസല്ലാ, അള്ളാഹുവിനെ ധിക്കരിച്ചു നടക്കുന്ന ആളെയാണ് നിങ്ങൾ മജ്നൂൻ എന്ന് വിളിക്കേണ്ടത്. അതുകൊണ്ട് റഅ്സുൽ ഹിക്മ, ഹക്കീം എന്നത് ഹിക്മത്തിൽ നിന്നാണ്. ഹിക്മത്ത് എന്നത് തത്വജ്ഞാനമാണ്, തത്വദീക്ഷയാണ്. അതിൻ്റെ ഏറ്റവും പരമമായ അറിവ്, ഏറ്റവും വലിയ അറിവെന്ന് പറയുന്നത് മഖാഫത്തുല്ലാഹ്, അള്ളാഹുവിനെ ഭയപ്പെടലാണ്.